Hello friends, welcome to our channel. അപ്പോൾ നമ്മുടെ ഇന്റർനെറ്റ് ഫുള്ള് നമ്മുടെ വിവോ X200 സീരീസിനെ കുറിച്ചാണ് ഫുൾ സംസാരം. X200 പ്രോവും അതുപോലെ തന്നെ X200ഉം എന്താ പറയുക ക്യാമറ പെർഫോമൻസ് ഒക്കെ ഒരു രക്ഷയില്ലാത്ത ക്യാമറ പെർഫോമൻസ് ഒക്കെ നമുക്ക് റിവ്യൂ കാണാനൊക്കെ കേൾക്കുന്നത്. അപ്പോൾ ഞാൻ കുറേ വീഡിയോ കണ്ടപ്പോൾ തന്നെ ഞാൻ ആക്ച്വലി നമ്മുടെ സ്റ്റോറിൽ പോയിട്ടൊന്ന് ട്രൈ ഔട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ വിവോ X200 ആണ് എനിക്ക് പൊതുവേ നമ്മൾ കുറേയൊക്കെ നോക്കിയത്. അപ്പോൾ X200 ഒരു രക്ഷയില്ല കേട്ടോ, ക്യാമറ പെർഫോമൻസ് ഒരു രക്ഷയില്ല. കുറച്ച് കമൻറ്റും നമുക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ X200 എടുക്കണോ X200 Pro എടുക്കണമെന്ന്. പക്ഷേ എപ്പോഴും റെക്കമെൻഡ് Pro സീരീസ് തന്നെയാണെന്ന് വെച്ചാൽ ഈ ക്യാമറയിൽ നമുക്ക് ഡിഫറൻസ് ഉണ്ട്, സെൻസസ് അടക്കം ഡിഫറൻസ് വരുന്നുണ്ട്. X200 നമുക്ക് 3 ട്രിപ്പിൾ 50 മെഗാ പിക്സലിൻ്റെ സെൻസറാണ് വരുന്നത്. മറ്റേലാകുമ്പോൾ നമുക്ക് 2 50 മെഗാ പിക്സലും ഒരു 200 മെഗാ പിക്സലിൻ്റെ സെൻസറാണ് വരുന്നത് കേട്ടോ. അപ്പോൾ പ്രത്യേകിച്ച് അൾട്രാസൂം എന്ന സാധനമൊക്കെ ഉണ്ടായില്ലേ, അൾട്രാസൂം എന്നല്ല ഒരു പേര് പറയുന്നത് വേറെ സാധനമാണ്. അതൊക്കെ ഭയങ്കര ഒരു രക്ഷയില്ലാത്ത പെർഫോമൻസ് അല്ല, ക്യാമറ പെർഫോമൻസ് പറയാണ്ടിരിക്കാൻ വയ്യ. വീഡിയോ ആയിക്കോട്ടെ രണ്ടും കിടലായിട്ടുണ്ടാ. നമുക്ക് ആക്ച്വലി ഇപ്പോൾ നിങ്ങൾക്ക് അറിയിക്കുമ്പോൾ നമ്മുടെ പ്രീ ബുക്കിംഗ് ഓപ്പൺ ആയിട്ടുണ്ട്. ആമസോൺ ത്രൂ ആണ് നിങ്ങൾക്ക് പ്രീ ബുക്കിംഗ് ഓപ്പൺ ആയി. അത് നല്ല കാര്യമാണ്. ഫ്ലിപ്കാർട്ട് ആയില്ലോ, അതന്നെ ഭാഗ്യം. അത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ ആക്ച്വലി എടുക്കണോ എന്ന് വെച്ചാൽ നമ്മൾ വീഡിയോ പർപ്പസിനാണ് കുറേ ഇതുപോലെ മൊബൈൽസ് എടുക്കാറ്. ഞാൻ ആക്ച്വലി ആപ്പിളും സാംസങ് മാത്രമേ എൻ്റെ പ്രൈമറി സെക്കൻഡറി ഡിവൈസ് ഉള്ളൂ. ബാക്കി നമ്മൾ ഇതിന് മുമ്പ് ഷവോമി എടുത്തേക്കുന്നതും അതുപോലെ OnePlus എടുത്തതൊക്കെ നമ്മൾ വീഡിയോ പർപ്പസിന് എടുത്തിട്ട് പിന്നെ നമ്മൾ ഫോൺ വിൽക്കുക ചെയ്യാറ്. പക്ഷേ നമുക്ക് ഇത്രയും ഫോൺ വെച്ചിട്ട് ഒന്നാമത് നമുക്ക് നമ്മുടെ എന്താ പറയുക ഡെമോ പീസും കാര്യങ്ങളൊന്നും കിട്ടില്ലല്ലോ. അപ്പോൾ X200 Proന് ഓൾമോസ്റ്റ് 95,000 വരുന്നുണ്ട്. X200 Proന് 95,000ഉം അതുപോലെ തന്നെ X200ന് 65,000ഉം വരുന്നുണ്ട്. ഓൾമോസ്റ്റ് നമ്മുടെ X സീരീസിൻ്റെ 100 സീരീസിൻ്റെ ഓൾമോസ്റ്റ് ആ പ്രൈസ് പോലെ തന്നെ വലിയ ഡിഫറൻസ് വരാൻ പറഞ്ഞിട്ടില്ല എന്ന് വിചാരിക്കാം. പക്ഷേ ഒരു നല്ലൊരു കാര്യം എന്ന് വെച്ചാൽ നമുക്ക് X200 Proയിൽ 16 GB 512 GB വേരിയൻ്റാണ് വരുന്നത്. X200 സീരീസിലാണെങ്കിൽ 12 GB 256 GB വരുന്നുണ്ട്. അപ്പോൾ അതൊരു നല്ലൊരു കാര്യം തന്നെയാണ്. നമുക്ക് ഇപ്പോൾ ആക്ച്വലി ഇപ്പോൾ ഓഫറും ഉണ്ട്. അപ്പോൾ ICICI ബാങ്ക് ക്രെഡിറ്റ് കാർഡൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വിവോ X200 Pro 59,000 രൂപയ്ക്കൊക്കെ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ വിവോ X200 Pro ആണെങ്കിൽ 85,000 രൂപയ്ക്കും കിട്ടുന്നുണ്ട്. അപ്പോൾ അതൊരു നല്ലൊരു ഡിസ്കൗണ്ട് ആണ്. ഞാൻ ആക്ച്വലി നമ്മൾ OnePlus ഓപ്പൺ എടുത്ത് നോക്കണം എന്ന് വെച്ചാൽ ഫോൾഡബിൾ ഫോണാണല്ലോ ഇപ്പോഴത്തെ നമ്മുടെ എല്ലാവരുടെയും പ്രീമിയം സംഭവം. ആപ്പിളൊക്കെ തല്ലിപ്പൊളിഞ്ഞ് പോയല്ലോ, ഏറ്റവും കൂടുതൽ സാധനമല്ലോ ഇപ്പോൾ ഒരു ഫോൾഡബിൾ ഫോൺ എടുക്കണമെന്ന് ആലോചിച്ചിട്ടിരിക്കുകയാണ്. വെച്ചാൽ ഭയങ്കര ഹൈ പ്രൈസ് ആണ്. അപ്പോൾ എന്താ പറയുക നിങ്ങൾക്ക് അറിയും. അപ്പോൾ നമ്മുടെ OnePlus ഓപ്പണിന് ഇപ്പോൾ അത്യാവശ്യം പ്രൈസ് കുറഞ്ഞൊരു ട്രിപ്പ് എന്താ പറയുക 99,000 ആ റേഞ്ച് ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അത് എടുക്കണമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് വെച്ചാൽ. പക്ഷേ അത് എന്നാലും വാല്യൂ ഫോർ മണി ഒന്നല്ല. പക്ഷേ ഇത്രയും കാശ് നമ്മൾ മുടക്കിയിട്ട് ഒരു ഫോൺ എടുക്കണമെന്ന് എന്താ വെച്ചാൽ ഓൾറെഡി എൻ്റെ 2 ഫോണുകൾ ഞാൻ ഉപയോഗിക്കുന്നുണ്ട് ഇപ്പോൾ, പ്രൈമറി സെക്കൻഡറി ആയിട്ട്. ബാക്കിയൊക്കെ ഞാൻ വിറ്റു ഇപ്പോൾ. അപ്പോൾ ഇത് ഇനി എടുക്കണം. ഞാൻ വീഡിയോ പർപ്പസിനാണ് ഇപ്പം മെയിൻ. പക്ഷേ അത് വെറുത്താണോ എന്ന് എനിക്കൊരു സംശയമായിട്ട് ഞാൻ അങ്ങനെ ആലോചിച്ചു. അപ്പോഴാണ് ഈ സാധനം ഇറങ്ങണത്. അപ്പോൾ ഇതിൻ്റെ പെർഫോമൻസ് ഞാൻ പോയി നോക്കിയപ്പോൾ ഒടുക്കത്തെ രക്ഷയില്ല. ബാക്കി ഫോം ഫാക്ടറും സംഭവമൊക്കെ സിമിലറൊക്കെ തന്നെയാണ്. പക്ഷേ ക്യാമറ ഒരു രക്ഷയില്ല കേട്ടോ. DSLR പോലത്തെ നല്ല ക്വാളിറ്റി സംഭവമൊക്കെ വരുന്നുണ്ട്. പിന്നെ കുറച്ച് സ്പെസിഫിക്കേഷൻ പറഞ്ഞു നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്നതായിരിക്കും. ടൈറ്റാനിയം കളറിലൊക്കെ നമുക്കിപ്പോൾ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ മെയിൻ സെൻസർ 200 മെഗാ പിക്സലാണ്. സൈസ് കൊളാബറേറ്ററാണ്. ഈ നമ്മുടെ പ്രോയിൽ എന്താ വ്യത്യാസം എന്ന് വെച്ചാൽ നമുക്ക് 2 ലെൻസുകൾ സൈസ് കൊളാബറേറ്ററാണ്. അതായത് സൈസ് കാരാണ് ട്യൂൺ ചെയ്തേക്കുന്നത്. അതാണ് വ്യത്യാസം വന്നിരിക്കുന്നത്. മീഡിയാടെക്കിൻ്റെ ഡയമൻസിറ്റി 9400 ആണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ V3 ചിപ്പ് പ്ലസ് ചിപ്പും നമുക്ക് ഇതിൽ ഇമേജ് പ്രോസസ്സിംഗ് സംഭവമൊക്കെ വരുന്നുണ്ട് കേട്ടോ. മറ്റേലാകുമ്പോൾ V2 ഉണ്ട്, ഇതിൽ V3 ലേറ്റസ്റ്റ് ആണ്. അതാണ് വ്യത്യാസം വന്നിരിക്കുന്നത്. പിന്നെ 6000 mAh ബാറ്ററി 90 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് വരുന്നുണ്ട്. ഒരു രക്ഷയില്ല. സെമി സോളിഡ് ബാറ്ററിയാണ്. പുതിയ ടെക്നോളജിയാണ് ഇപ്പോൾ വിവോ എല്ലാവരും. ചൈനീസ് എല്ലാം മാറി, ഇവരും മാത്രം മാറിയിട്ടില്ല. സിലിക്കോൺ നാനോഡോ ടെക്നോളജിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ എന്താ പറയുക ലാൻഡ്സ്കേപ്പ് മോഡൊക്കെ ഭയങ്കരമായിട്ട് ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. പിന്നെ IP68 ഉണ്ട്, IP69 ഉണ്ട്, 4K HDR ഉണ്ട്. അതുപോലെ തന്നെ ഡിസ്പ്ലേയും കിടലാണ്. ഒരു രക്ഷയില്ല. മൈക്രോ കർവ് ഡിസ്പ്ലേ ആണ് വരുന്നത്, നിങ്ങൾക്ക് അറിയിക്കുന്നത്. പിന്നെ AI ഫീച്ചേഴ്സും വരുന്നുണ്ട്. നമ്മുടെ ഇറേസ് ചെയ്യാനുള്ള സംഭവം അതൊക്കെ നമുക്ക് അതിൽ വരുന്നുണ്ട് കേട്ടോ. ഞാൻ ജസ്റ്റ് ഒന്ന് ട്രൈ ഔട്ട് ചെയ്ത് വന്നു. പിന്നെ മെയിൻ ഹൈലൈറ്റ് 512 GB വരുന്നുണ്ട്. നമുക്ക് 95,000 കിട്ടുന്നതാണ്. അതും ഒരു നല്ലൊരു ഇതൊരു പ്രശ്നം തന്നെ അല്ല, നല്ലൊരു എന്താ പറയുക കോൺഫിഗറേഷൻ തന്നെയാണ്. ഇത് ആക്ച്വലി നമുക്ക് ഡെലിവറി തുടങ്ങിയത് 22-ാം തീയതി തൊട്ട് 29-ാം തീയതി വരെയാണ് കേട്ടോ, ഡിസംബർ. പക്ഷേ പ്രീ ബുക്കിംഗ് ഇപ്പോൾ ഓപ്പൺ ആയിട്ടുണ്ട്. ഞാൻ എന്തായാലും ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ പ്രീ ബുക്ക് ചെയ്യാം. എപ്പോഴും പ്രീ അപ്രൂവ് നമ്മൾ ക്രെഡിറ്റ് കാർഡ് വീഡിയോസ് ചെയ്തിട്ടേ. അപ്പോൾ ഡിസംബർ 19-നാണ് സാധനം ലോഞ്ച് ചെയ്യാന്ന് പറഞ്ഞേക്കുന്നത് കേട്ടോ. അതായത് സെല്ലിങ് തുടങ്ങാൻ പോകാമെന്ന്. അപ്പോൾ 1 year വാറണ്ടി, ബാക്കിയൊക്കെ നോർമൽ നിങ്ങൾക്ക് അറിയുന്ന പോലെ തന്നെ. അപ്പോൾ ഒരു രക്ഷയില്ലാത്ത ക്യാമറയാണ്. അപ്പോൾ ഞാൻ ആക്ച്വലി ഇത് ഏതെങ്കിലും ഒരെണ്ണം എടുത്താലോ എന്ന് ആലോചിച്ചിട്ട് ഇരിക്കുകയാണ്. നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്തെടുക്കണ്ടേ. എന്താ പറയുക OnePlus ഓപ്പൺ എടുക്കണോ, ഫോൾഡബിൾ ഫോൺ എടുക്കണോ, അതോ വിവോ X200 Pro എടുക്കണോ? ആകെ കൺഫ്യൂഷൻ ആയിട്ട് ഇരിക്കുക. എനിക്ക് ഫോൾഡബിൾ ഫോൺ ഒന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കണം എന്നുണ്ട്. എന്ന് വെച്ചാൽ ബാക്കിയെല്ലാം നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. എല്ലാ ബ്രാൻഡും നമ്മൾ വാങ്ങിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ അത് നോക്കാനുള്ളത് ഫോൾഡബിൾ ആണ്. പിന്നെ ഫ്ലിപ്പ് എനിക്ക് ഇഷ്ടമല്ല, അത് ലേഡീസ് സ്റ്റൈലാണല്ലോ.
ഫ്ലിപ്പ് ഇഷ്ടമല്ല, ഫോൾഡബിൾ നോക്കിയാലോ എന്ന് ആലോചിച്ചിട്ടിരിക്കുകയാണ്. ഇപ്പോൾ ഞാൻ ഉപയോഗിക്കുന്നത് സാംസങ്ങിൻ്റെ ടാബ് S9 ആണ്, ടാബായിട്ട്. ഇപ്പോൾ ഫോൾഡബിൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു മിനി ടാബ് ആണല്ലോ, അപ്പോൾ പിന്നെ കൊണ്ടെടുക്കാനും സുഖമാണ്. ഇതാണ് കൊണ്ടെടുക്കാനും പറ്റില്ല, ഇത് നിങ്ങൾക്ക് ഞാൻ അതവിടെ വച്ചിട്ടുണ്ട്. അതിൻ്റെ ഇതാണ് സാംസങ്ങിൻ്റെ ടാബ് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല, ടാബല്ല സോറി ഫോൾഡബിൾ എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. പിന്നെ പ്രൈസിയാണ്. വിവോൻ്റെ സൂപ്പറാണ്, പക്ഷെ അതും പ്രൈസിയാണ്. നമുക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു പ്രൈസിൽ വരുന്നത് OnePlus ആണ്. OnePlusൻ്റെ ഓപ്പണിനാണ്, സ്നാപ്ഡ്രാഗൺ Gen 2 ഒക്കെ വരുന്നതാണ്. കുഴപ്പമില്ലാത്ത സാധനമാണ്, പക്ഷെ എന്നാലും വാല്യൂ ഫോർ മണി എന്നല്ല, വേറെ കാര്യം. എന്താ വെച്ചാൽ അതിൻ്റെ ലേറ്റസ്റ്റ് വേരിയൻ്റ് ഇപ്പോൾ ഇറങ്ങാൻ പോകുന്നുണ്ട്, OnePlus Open 2 ഇറങ്ങാൻ പോകുന്നുണ്ടെന്ന് ഞാൻ കേട്ടു. അപ്പോൾ അത് വന്നു കഴിഞ്ഞാൽ അപ്പോൾ എന്തായാലും ഇതിന് പ്രൈസ് പോകാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് വൈൻഡപ്പ് ചെയ്യാൻ നമ്മുടെ 2 ചാനൽസ് കാണാൻ പോയി കണ്ടു നോക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് നമ്മളൊന്ന് ഷെയർ ചെയ്യുക. എന്തെങ്കിലും സംശയങ്ങളിലേക്ക് എൻ്റെ കമൻറ്റ് ചെയ്താൽ മതി, നമ്മളെല്ലാ കമൻറ്റ് പോകുന്നതാണ്. നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജും ടെലിഗ്രാം ചാനലും അവൈലബിൾ ആണ്, ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടാണ്. അടുത്തില്ലാണ്.